കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാജു കെ എബ്രഹാമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 5 പ്രതികൾക്കെതിരെ 5 വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ദീപക് ധർമ്മടം. ദീപക്, നമുക്കറിയാം അതിനിടയിലുണ്ടായ അതിനാടകീയമായ സംഭവങ്ങൾ നമുക്കറിയാം. ഈ കുറ്റപത്രത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ദീപക്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ യു ടേൺ സംഭവിച്ച ഒരു കേസാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഈ കേസിലാണ് 60 ദിവസം കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ മെയ് 12-നാണ് FIR ഇട്ടത്. FIR ഇടുന്ന സമയത്തുള്ള വിവാദങ്ങൾ ആഷ്മി ഓർക്കുന്നുണ്ടാവും. മറ്റൊരു കാര്യം, പ്രതി രാജ്യം വിട്ടുപോയ കാര്യം, അതന്ന് 24 ആയിരുന്നു ബ്രേക്ക് ചെയ്തത്. ഇപ്പോൾ ഈ കേസിൽ 5 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC-യിൽ. അതായത് പഴയ കേസായതുകൊണ്ട് IPC പ്രകാരമാണ് സെക്ഷൻസ് 490, അതായത് 498A ആണ്. അതായത് ഗാർഹിക പീഡനം എന്നുള്ള വകുപ്പ് ചുമത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 324, 307, 212, 494 ഈ വകുപ്പുകളിൽ ഈ മറ്റു പ്രധാന പ്രതികൾ ഒഴിച്ച്, അതായത് രാഹുലിന്റെ അമ്മയും സഹോദരിയും ഒഴിച്ചുള്ളവർക്ക് ഇതിൽ ഈ 498A വരില്ല. കാരണം അവർ ഗാർഹിക പീഡനത്തിൽ ഭാഗമായില്ല. മറ്റ് ഹാർബറിങ്ങും അതുപോലുള്ള മറ്റ് സഹായങ്ങളുമാണ് പോലീസുകാരനും സുഹൃത്ത് രാജേഷും ചെയ്തത്. എന്നാൽ ഇവരെ എല്ലാം പ്രതികളാക്കി, 5 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് ഇന്ന് JCM 3-ൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ൽ കോഴിക്കോട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാജു കെ എബ്രഹാം, അതായത് അദ്ദേഹം ഫറൂഖ് ACP ആണ്. അദ്ദേഹമാണ് ഈ കേസിൽ ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CIA സസ്പെൻഡ് ചെയ്യപ്പെട്ട, IPA സസ്പെൻഡ് ചെയ്യപ്പെട്ട കേസാണ്. പക്ഷേ എന്നാൽ പിന്നീട് അതിനുശേഷം ഇതിൽ ഈ പീഡനത്തിനിരയായ യുവതി ഉൾപ്പെടെ ഒരു യു ടേൺ അടിക്കുന്നു, കേസിൽ കൂറുമാറുന്നു, രാഹുലിനൊപ്പം ചേരുന്നു, ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. പക്ഷേ ഹൈക്കോടതി തന്നെ കേസന്വേഷണം തുടരാൻ വേണ്ടി നിർദ്ദേശിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കാശ്മീർ. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തരം ഗാർഹിക പീഡന കേസുകളുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്തേക്കാവുന്ന രീതിയിലുള്ള ഒരു ഉൾട്ടാടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു യു ടേൺ ഈ കേസിൽ പരാതിക്കാരി നടത്തിയതാണ്. അപ്പോൾ ഈ സ്വാഭാവികമായി ഈ കേസിൻ്റെ കുറ്റപത്രത്തിന് മുന്നോട്ടുള്ള അന്വേഷണം വഴി അതിൻ്റെ വ്യവഹാര വഴി ആകാംക്ഷയാണ്.